നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ നാട് ഗാന്ധി ജയന്തി ആചരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗാന്ധി സ്മരണയിൽ നാട് ഗാന്ധി ജയന്തി ആചരിച്ചു. പുഷ്പാർച്ചന, സേവന പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് നാടെങ്ങും ദിനാചരണം നടത്തിയത്. ജില്ലാ ഭരണകൂടത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഗാന്ധി സന്ദേശയാത്ര നടത്തി. ഗാന്ധി സ്ക്വയറിൽ റാലി എത്തിയപ്പോൾ മന്ത്രി PJ ജോസഫിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് പുഷ്പാർച്ചന നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ഇടുക്കി ADM PN സന്തോഷ്, DDE അനില ജോർജ്, ജെയിംസ് T മാളിയക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് റോയ് K പൗലോസ്, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, അഡ്വക്കേറ്റ് S അശോകൻ, KB സിദ്ധാർത്ഥൻ, NI ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. അതായത് ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ എക്കാലവും നിലനിർത്തുവാൻ വേണ്ടി ജനാധിപത്യ രീതിയിലുള്ള സമരമാർഗത്തിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുകയുണ്ടായി. ആ സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ശേഷം ഇന്ന് വരെ ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ഭാഷകളെയും ഏകോപിച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പോരാട്ടം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് S ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തി. ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിലെത്തി പുഷ്പാർച്ചന നടത്തി. സ്വാമി അയ്യപ്പദാസ്, TS രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. മന്ത്രി PJ ജോസഫ് സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, എക്സൈസ് വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മദ്യം, മയക്കുമരുന്ന്, പുകയിലോൽപ്പന്നങ്ങൾ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ അവറുകൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു. ഈ യോഗത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് ഇടുക്കി ഡിവിഷന് വേണ്ടി ആദരവുകൾ ക്ഷണിച്ചു വരികയാണ്.
തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ മന്ത്രി പി ജെ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു. നമ്മുടെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് നടപ്പാക്കുന്നത്. തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ ശ്രേഷ്ഠ വിദ്യാലയം എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾക്ക് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടിയിട്ടാണ് നടപ്പാക്കുന്നത്. മികവിന്റെ കേന്ദ്രങ്ങളാകുക എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ 100% വിജയം. അതോടൊപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും C+, 50%-ലേറെ മാർക്കുകൾ. നമുക്ക് കുറെ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക പരിശീലനം നൽകേണ്ടതായിരുന്നു. പ്രധാന അധ്യാപകരെ, ഹെഡ്മാസ്റ്റർമാരെയും പ്രിൻസിപ്പൽമാരെയും ചേർത്ത് അതിനുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും സീമായിട്ട് അവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. അനുബന്ധ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദു സുധാകരൻ, അലക്സ് കോഴിമല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, സിമാറ്റ് കേരള കൺസൾട്ടന്റ് ഡോക്ടർ MG രമാദേവി തുടങ്ങിയവർ നിർവഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമവികസന വാരത്തോടനുബന്ധിച്ച് ഒക്ടോബർ 8 വരെ ബ്ലോക്ക് പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വി സഞ്ജയ് കുമാർ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും ഗ്രീൻ ഫോഴ്സ് അംഗങ്ങളും തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളും ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ശുചീകരിച്ചു. ഗ്രീൻ ഫോഴ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വാൽമീകിയുടെ ജന്മദിനമാണ്. നമ്മൾ ശുചിത്വത്തിൻ്റെ ദിനമായിട്ടാണ് നടത്തുന്നത്. ഇന്നെല്ലാ സ്ഥാപനങ്ങളിലും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമവികസന വകുപ്പിൻ്റെ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന, ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ IAY, NREGA, SGSY, അങ്ങനെ ഓരോ ദിവസവും ഓരോ പദ്ധതികൾക്ക് പ്രാധാന്യം ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മുട്ടം ജുഡീഷ്യൽ കോംപ്ലക്സ് പരിസരം ശുചീകരിച്ചു. ജഡ്ജിമാർ, അഭിഭാഷകർ, ജീവനക്കാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് അമീർ അലി ഉദ്ഘാടനം ചെയ്തു. മജിസ്ട്രേറ്റ് ദിനേശ് M. പിള്ളൈ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ബാർ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്നേഹമുള്ള സീനിയർ അഭിഭാഷക സുഹൃത്തുക്കളെ, സ്റ്റാഫംഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകനായ ദിനേശ് പിള്ള, ഗാന്ധി ജയന്തി ദിനാരംഭത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ഈ സേവന ദിനാഘോഷത്തിൻ്റെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു പ്രക്രിയയാണ് നമ്മളിന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രക്രിയയിൽ വളരെ ആത്മാർത്ഥമായി നമ്മുടെ സ്റ്റാഫംഗങ്ങളും അഭിഭാഷക സുഹൃത്തുക്കളും പങ്കെടുക്കുകയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ മലിനമായി കിടക്കുന്ന ഈ കൂമ്പാരങ്ങൾ മാറ്റുകയും വൃത്തിഹീനമായി കിടക്കുന്ന പരിസരങ്ങൾ ശുചീകരിക്കുകയുമാണ്. ഒളമറ്റം ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പരിസരത്തെ റോഡും പൊതുസ്ഥലങ്ങളും ശുചീകരിച്ചു. അസോസിയേഷന്റെ 2ാം വാർഷിക ദിനം കൂടിയാണ് ഗാന്ധി ജയന്തി.
സൗജന്യ തൊഴിൽ പരിശീലന പരിപാടി ഈ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഭാരത് സേവ് സമാജിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടത്തുന്നത്. ജവഹർ ബാലജനവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗാന്ധിയൻ വിഷയങ്ങളിൽ ക്വിസ് മത്സരം നടത്തി. തൊടുപുഴ IC കോളേജിലാണ് മത്സരം നടന്നത്. ജില്ലാ ചെയർമാൻ KV ബാബു, സെക്രട്ടറി അഫിൻ ആൽബർട്ട്, TJ പീറ്റർ, ശിവദാസൻ, അബ്ദുൾ ഖാദർ എന്നിവർ നേതൃത്വം നൽകി. ഇങ്ങോട്ട് വലിക്കണം, ഈ വിരൽ ഇങ്ങോട്ട് വലിക്കണം. അപ്പോൾ നമ്മൾ പറയാം. കാണിക്ക അവിടെ ഇല്ലല്ലോ. തൊടുപുഴ താലൂക്ക് NSS യൂണിയൻ ഗാന്ധി ജയന്തി ദിനത്തിൽ കാർഷിക ബോധവൽക്കരണ ക്ലാസും സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും നടത്തി. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് തട്ടക്കുഴ രവി അധ്യക്ഷനായിരുന്നു. കോട്ടയം അഗ്രോ ബയോടെക് റിസർച്ച് സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് VB വിജീഷ് ക്ലാസ് നയിച്ചു. ഈ 101 കിലോ അത് ചെയ്യേണ്ട മാർഗം 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ ട്രൈക്കോഡർമയും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഏകദേശം 40% ഈർപ്പം നിലനിർത്തുക. അഥവാ പുട്ടിനെ കുഴയ്ക്കുക. പുട്ട് കുഴിഞ്ഞാൽ നമ്മൾ പൊടി കുഴയ്ക്കുമല്ലോ എന്ന പോലെ പുട്ടിന് കുഴയ്ക്കുക. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ട ഉരുട്ടിയാൽ അതൊരു ഉണ്ടയായിട്ടിരിക്കും. തട്ടിക്കഴിഞ്ഞാൽ പൊട്ടി വരും. ആ ഒരു അവസ്ഥയിൽ കുഴച്ചെടുക്കുക. ഈർപ്പം കൂടാതെ ശ്രദ്ധിക്കണം. കോലാനി ജനരഞ്ജിനി വായനശാലയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കൗൺസിലർ R ഹരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ജോസ് മഠത്തിൽ, സുമ ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് ഡോക്ടർ ഫിറോസ് ഖാൻ നേതൃത്വം നൽകി. ഈത്തിന്റെ പ്രാർത്ഥന, ഈ പ്രപഞ്ചം കാണാൻ കഴിയുക എന്ന അനുഗ്രഹീതം, എന്റെ സഹോദരനെ എനിക്ക് കാണാൻ കഴിയുന്നത്, എന്റെ കുട്ടിയെ എനിക്ക് കാണാൻ കഴിയുന്നത്, എന്റെ പ്രപഞ്ചത്തെ എനിക്ക് കാണാൻ കഴിയുന്നതിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതികവിഞ്ഞ് എന്താ ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത്? ഒരു കുഞ്ഞുകുട്ടിയെ പ്രസവിച്ച് ഒരു അമ്മ പ്രസവിക്കുന്ന ആദ്യം കാണാനുള്ള എത്രയോ താല്പര്യം നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ രംഗത്താണ് നമ്മുടെ ഫിറോസ്കാർ ഉൾപ്പെടുന്ന ഡോക്ടർമാര്, ആ നഴ്സുമാര് സർവീസ് ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. മറ്റ് ശരീരത്തിലെ അവയവങ്ങളെ പോലെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൃദയത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസിന് പ്രാധാന്യം ഇല്ലെന്നല്ല പറഞ്ഞത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചു. DCC സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. നിയാസ് കൂരാപ്പള്ളി, CS മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ മോഡിമാരെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് വളരെയേറെ കർത്തവ്യത്തോടും കടമയോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ചരിത്രപരമായ കടമയേറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടുമെന്ന് ഈ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കുവാൻ. മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ദു സുധാകരൻ, നൈറ്റ്സി കുര്യാക്കോസ്, സെലിൻ ജെറോം തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇന്ന് വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ എല്ലാം ഒരാഴ്ചത്തെ വാരാഘോഷമായിട്ട് തന്നെ ഗ്രാമവികസന വകുപ്പ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ നമ്മുടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ന് ശുചിത്വത്തിൻ്റെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പൊതുശ്മശാന പരിസരം ശുചീകരിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലുള്ള പൊതുശ്മശാനം എന്ന സ്വപ്നം ഏതാണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഈ പൊതുശ്മശാനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും ഇതിനെതിരെ ഇനിയും കേസ് നടത്താനുള്ള ധൈര്യം കാണിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങളുടെ അറിവിൽ മനസ്സിലായിടത്തോളം 10,000 രൂപ കണക്കിന് പിരിവെടുത്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളി എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്ത് അത് പ്രായോഗികമായി കൊണ്ടുവരാൻ തയ്യാറാകുന്നവർ ഒരു പ്രാവശ്യമല്ല, ഒരു 3 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമേ രംഗത്തേക്ക് വരാവൂ എന്ന കാര്യം ഒരു താക്കീത് എന്ന നിലയിൽ തന്നെ ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതെനിക്ക് വേണ്ടിയല്ല, എൻ്റെ സമൂഹത്തിലെ തീർത്തും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹാശിസ്സുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ സാധിച്ച ഈ കാര്യങ്ങൾ ഭാവിയിൽ നമുക്ക് പരിപൂർണമായിട്ട് സ്വപ്നസാഫല്യം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അടുത്ത നാളിൽ പ്രാവർത്തികമാക്കുകയും വേണം എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. കുടയത്തൂർ സഹകരണ ബാങ്ക് മുൻ ജീവനക്കാരൻ പടിക്കാപ്പറമ്പിൽ പി.കെ. ശശി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. കരിമണ്ണൂർ കുന്നപ്പള്ളിൽ പരേതനായ ലൂക്ക വർഗീസിന്റെ ഭാര്യ മറിയക്കുട്ടി നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 2:30 കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധി സ്മരണയിൽ നാട് ഗാന്ധി ജയന്തി ആചരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.